നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ വില സ്ഥിരത താങ്ങുവില ഇപ്പോൾ 250 രൂപ ആക്കി സർക്കാർ വാക്ക് പാലിക്കുകയാണ്. പ്രകടന പത്രികയിൽ 300 രൂപയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 250 രൂപ ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കന്നി ബഡ്ജറ്റിൽ പറയുകയുണ്ടായി. പുതുയുഗ യാത്രയുമായി കോട്ടയം ജില്ലയിലെത്തിയപ്പോൾ പറഞ്ഞ വാക്കാണ് 250 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു വി.ഡി. സതീശൻ. എല്ലാ വേദികളിലും ഉറപ്പ് നൽകിയിരുന്നു. 102 സീറ്റുമായി അധികാരത്തിലെത്തിയ ആദ്യ ബഡ്ജറ്റിൽ തന്നെ 250 രൂപയാക്കിയിരിക്കുന്നതാണ് റബ്ബറിൻ്റെ താങ്ങുവില. 250 രൂപയിൽ താഴെ പോവുകയാണെങ്കിൽ കർഷകർക്ക് അതിന് സബ്സിഡിയായിട്ട് അപേക്ഷിക്കാം. അതിൻ്റെ സബ്സിഡി കിട്ടുകയും ചെയ്യും ബാങ്ക് വഴി. ഇപ്പോൾ ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് RSS 275 വരെ ഉണ്ട്. ഇനി അത് കുറയുമെന്നുള്ള സംശയത്തിലാണ് മിക്ക കർഷകരും. നേരത്തെ 276 വരെ പോയിരുന്നു. 1 രൂപയാണ് ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നത്. റബ്ബർ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ലൈസൻസിലുള്ള വ്യാപാരികളിൽ സാധനം കൊടുത്ത് അവരിൽ നിന്ന് GST അടക്കമുള്ള ബില്ലുള്ളവർക്ക് കയ്യിൽ നിന്ന് വേണം ഈ ബില്ല് വാങ്ങിക്കുവാൻ. അത് യഥാസമയം കർഷകർ അവിടെ RP സെൻ്ററുകളിലോ മറ്റും കൊടുത്ത് ബില്ല് ക്ലെയിം ചെയ്യാം. 250 താഴെ പോവുകയാണെങ്കിൽ. ഇതുവരെ റബ്ബർ കർഷകർ വില സ്ഥിരതാ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏകദേശം 5,48,396 പേരാണ് RPISൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഇപ്പോഴും തുടരുകയാണ്. അതിനായി കരാടച്ച റെസീറ്റ്, റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ എണ്ണം, ആധാർ കാർഡുമായിട്ട് അടുത്തുള്ള RP സെൻ്ററിൽ ചെന്നാൽ മതി. ഇതേവരെ 2070.98 കോടി രൂപയാണ് വിതരണം ചെയ്തത്. മുമ്പ് ധനമന്ത്രിയായിരുന്ന KM മാണി ധനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ വിലസ്ഥിരതാ പട്ടിക കൊണ്ടുവന്നത്. അങ്ങനെ കർഷകർ സബ്സിഡി യഥാസമയം കിട്ടുകയും ചെയ്യുകയുണ്ടായി. വിപണി വില ഇടിവുണ്ടായാലും സംസ്ഥാന സർക്കാരിൻ്റെ താങ്ങുവില 250 രൂപ വളരെയേറെ ആശ്വാസമാണ്. വലിയ നഷ്ടമില്ലാതെ റബ്ബർ കർഷകർക്ക് മുന്നോട്ട് പോകാം. എന്നാലും വലിയ പ്രയോജനവും കിട്ടത്തില്ലാതാനും. കാര്യം 1 ഏക്കർ തുടക്കത്തിൽ ടാപ്പിംഗ് ചെയ്യാൻ ഏതാണ്ട് 15,000 രൂപയാണ് വേണ്ടി വരുന്നത്. കാർഡെടുക്കാനും റെയിൻ കാർഡ് ഇടാനും വളമിടുന്നതിനും മറ്റും ലേബർ ചാർജും എല്ലാം കൂടി അടച്ച റെസിപ്റ്റ് കൊടുക്കുമ്പോൾ അതാത് വർഷത്തെ കരാടച്ച റെസിപ്റ്റ് വേണം സബ്മിറ്റ് ചെയ്യുവാൻ. ഇപ്പോൾ കൊടുക്കുമ്പോൾ 2026 കരാടച്ച റെസിപ്റ്റ് തന്നെ കൊടുക്കേണ്ടി വരും അവിടെ RPS സെൻ്ററുകളിൽ. കൂടാതെ മൊബൈൽ നമ്പറുകൂടെ കൊണ്ടുപോകേണ്ടി വരും. RPS സെൻ്ററുകളിൽ ചെയ്യാത്ത റബ്ബർ കർഷകർ എത്രയും പെട്ടെന്ന് ഇത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. കാരണം റബ്ബർ വില കിലോയ്ക്ക് 250 രൂപ താഴെ പോവുകയാണെങ്കിൽ സബ്സിഡിക്കായി നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നത് വളരെ നന്ദി. ഈ ഇൻഫോർമേഷൻ മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക.